Hi Shruti. Um, ഉം, എനിക്ക് പാരലൽ ടെസ്റ്റിംഗ് റണ്ണ് ചെയ്യുമ്പോൾ ഒരു എറർ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ആ അന്ന് പാരലൽ ടെസ്റ്റിംഗ് ചെയ്ത സമയത്ത് എറർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോ നോക്കിയിട്ട് ചെയ്ത സമയത്ത് ഫെയിൽഡ് സിനാരിയോ ഇങ്ങനെ യു ക്യാൻ ഇംപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ കോഡിലേക്ക് ആ ആ ആ ആ അതെ ആ ആ പ്രശ്നം ഉം. ഹായ് നിരഞ്ജന. ഇന്നത് എക്സിക്യൂട്ട് ആയതായിരുന്നു. ഇത് പാരലൽ ടെസ്റ്റിംഗ് ചെയ്തപ്പോഴാണ് എറർ വന്നത്. അതിന്റെ മുന്നേ എക്സിക്യൂട്ട് ആയതായിരുന്നു. പാരലൽ 3 ആക്കിയപ്പോ ഉം. ആ അല്ലാത്തപ്പോ സക്സസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അന്ന് സക്സസ് ആയിരുന്നു. ഇത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിന്റെ ആ ആ ആ ആ ആ ആ ആ ആ ഉം. ആ, അന്ന് ഈ മെസ്സേജ് വന്നിരുന്നു. ആ ആ
എക്സിക്യൂട്ട് ആയി തീരട്ടെ കേട്ടോ, എന്നിട്ട് ക്ലോസ് ചെയ്താൽ മതിയേ, ഇന്ററപ്റ്റ് ചെയ്യണ്ട. ആ വീണ്ടും ഫെയില്. ഇത് വേറെന്തോ ഇഷ്യൂ ആടാ, ടൈപ്പ് എറർ ആണ് വരുന്നത്. ലൊക്കേറ്റോ പാരലൽ ടെസ്റ്റ് ലൈൻ നമ്പർ 39-ലാണ് എറർ അടിക്കുന്നത്. അതായത് ഫസ്റ്റ് വണ്ണില് സോർട്ടിങ് ഈക്വൽസ് പേജ് ഡോട്ട് ലൊക്കേറ്റോ, അവിടെ വെച്ചിട്ടാണ് എറർ അടിക്കുന്നത്. അതായത് ഇവിടെ ദിസ് ഡോട്ട് പേജ് അങ്ങനെ ദിസ് ഡോട്ട് കൊടുക്കണം. പേജ് കൊടുക്ക്, ദിസ് ഡോട്ട് പേജ് കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ. ആ സ്പേസ് എടുത്ത് ഒഴിവാക്കിക്കടാ, പേജിന്റെ തൊട്ട് മുന്നിൽ സ്പേസ് റിമൂവ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. കാരണം ഈ ദിസ് ഡോട്ട് പേജ് അല്ലേ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നേ. ഇനി 3 വെച്ച് എക്സിക്യൂട്ട് ചെയ്ത്, ഇനി 3 വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഇതെന്താ 3 പാസ്റ്റ് 3 അൺഡിഫൈൻഡ് എന്ന് കാണിക്കുന്നത്? ഏതാടാ 3 പാസ്റ്റ് 3 അൺഡിഫൈൻഡ് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നോക്കാമേ, അൺഡിഫൈൻഡ് എന്ന് നോക്കാം. അത് എക്സിക്യൂട്ട് ആയി തീരട്ടെ കേട്ടോ, അതിൻ്റെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്താലും ശരിയാവില്ല. നോക്കാട്ടോ. അത് ഞാന് ഹൂക്കില് എടാ ഇതില് when user logs in with invalid credentials username, അത് എവിടെയാ കിടക്കുന്നേ? പാരലൽ ടെസ്റ്റിംഗിന്റെ ഫീച്ചർ എടുത്തേ, മുകളിലേക്ക് പോയി ഇൻവാലിഡ് ക്രെഡൻഷ്യൽ, അതാ ഫസ്റ്റ് അതിന്റെ വെന്ന് ഫിൽ ചെയ്തിട്ടില്ല, അതിലേക്ക് വന്ന് പാരലൽ ടെസ്റ്റിംഗ് ചേസിലേക്ക് വന്നേ. ഇതുണ്ടല്ലോ ആക്ച്വലി സ്ക്രീൻ നല്ലോണം ബ്ലറി ആയിട്ടാ വരുന്നത്, കാണുന്നില്ല നേരെ. കുറച്ചുകൂടെ മുകളിലേക്ക് വയ്ക്കേ. ഇവിടെ കൊടുത്തതില് യൂസർ ലോഗ്സ് ഇൻ വിത്ത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഒന്നും ഉണ്ടല്ലേ കൊടുത്തിരിക്കുന്നേ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, ആൻഡ് ക്ലിക്ക് ദ ലോഗിൻ, അത്രയുണ്ട് ഇതില്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, when user logs in with invalid credentials string and string. അപ്പോ അതിന്റെ ഫീച്ചർ ഫയലിലുള്ള ടെക്സ്റ്റും ഇതും തമ്മിൽ ഇതായില്ലേ, കോൺഫ്ലിക്റ്റ് ആയില്ലേ. അപ്പൊ പക്ഷെ ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അത് മേ ബി അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ.
നമുക്ക് നോക്കാം. ഓർമ്മയില്ല. ഒരു കാര്യം ചെയ്യൂ, ഇത് വെൻ യൂസർ ആ, ആ ടെക്സ്റ്റ് ഇല്ലേ, വെന്നിന്റെ അവിടുത്തെ ആ ടെക്സ്റ്റ് മാത്രം കോപ്പി എടുത്തേ. ഈ താഴെ ടെർമിനലിലുള്ളതല്ലേ? ടെർമിനലിലുള്ള യൂസർ ലോഗ്സ് ഇൻ വിത്ത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്, യൂസർ നെയിം സ്ട്രിംഗ് ആൻഡ് പാസ്വേഡ് സ്ട്രിംഗ്. അത് ആ കോപ്പി എടുത്തോ? എടുത്തു. എന്നിട്ട് ആ നമ്മുടെ എടുത്തു. ജേസ് ഫയലിലേക്ക് വന്നേ. ഇവിടെ കൊടുക്കാനുണ്ട്. അവിടെ കൊടുക്കുക. സിംഗിൾ കോഡ്സ് മുൻപത്തെ പോലെ തന്നെ ആസ് യൂഷ്വൽ ഇടണേ. ആ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ? കോപ്പി എടുത്തത് ശരിയായോ? ടെർമിനലിലല്ലായിരുന്നോ കോപ്പി എടുത്തേ? ക്ലിക്ക് അതെ അതിനെ കോപ്പി എടുത്തേക്കുന്നത്. ഈസ് ലോഗ്സ് ഇൻ വിത്ത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്, യൂസർ നെയിം സ്ട്രിംഗ് ആൻഡ് പാസ്വേഡ് സ്ട്രിംഗ് ആൻഡ് ക്ലിക്ക് ദ ലോഗിൻ. ഓക്കെ, പിന്നെ എക്സിക്യൂട്ട് ചെയ്തേ. അസിങ്ക് ഫംഗ്ഷൻ അസിങ്ക് അല്ലേ കൊടുത്തിട്ടില്ല? നോക്കട്ടെ. ഇല്ലേ, അസിങ്ക് ആക്കിക്കേ. അസിങ്ക് ആൻഡ് അവൈറ്റ് വേണ്ടേ? ഫംഗ്ഷൻ തൊട്ടും അസിങ്ക് കൊടുത്തേ ശ്രുതി. ആ കൊടുത്തു. ഞാൻ എക്സിക്യൂട്ട് ചെയ്തേ, എന്നിട്ട് നോക്കിക്കേ. പാരലൽ 3 വെച്ചിട്ടാണ് കൊടുക്കാല്ലേ? ഓ, പാരലൽ 3 കൊടുത്തോ. സിംഗിൾ ഫംഗ്ഷൻ തന്നെയാണ് കൊടുത്തത്. await is only valid for async function. എവിടെ എറർ അടിക്കുന്നത് നോക്കട്ടെ. എക്സിക്യൂട്ട് ചെയ്തവിടെ ഏതോ ഒരു പോയിന്റ് ലിസ്റ്റ് അസിങ്ക് മിസ് ആയിട്ടുണ്ട്. നിക്കു സ്റ്റോപ്പ് ചെയ്യും. എല്ലാം ഓരോന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ. ഗിവൺ അസിങ്ക് അവൈറ്റ്. ഓക്കെ, അടുത്തത് പോട്ടെ. ഇവൻ യൂസർ ലോഗ്സ് ഇൻ വിത്ത് അസിങ്ക് അവൈറ്റ്, async await, async await, async await, async await, async await. സേവ് ആയിട്ടില്ല ഫയല്. സേവ് ചെയ്യൂ ശ്രുതി ഫയൽ നേരെ. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് എന്നിട്ട് ഓക്കെ, പാസ്സായി. ആ നമുക്ക് വിഷ്വൽ ടെസ്റ്റിംഗിന്റെ ചെയ്ത സമയത്ത് നമുക്കൊരു ഇഷ്യൂ ഇല്ലായിരുന്നോ? ആ അതെ. ആ അതൊന്ന് നോക്കാമേ. നമുക്ക് ആ ഫെയിലിയർ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാമേ. ആ ഒന്ന് ഇതെടുക്കുവോ ശ്രുതി? ഏതായിരുന്നു? വിഷ്വൽ ടെസ്റ്റിംഗ്? വിഷ്വൽ ടെസ്റ്റിംഗ്. ഇതാ. അതെ. ഈ സ്നാപ്ഷോട്ട് ഡിലീറ്റ് ആക്കണം. സ്നാപ്ഷോട്ട് ഫോർ നോക്കൂ, ഞാൻ പറയാതെ ചെയ്യണ്ട കേട്ടോ. ഇത് ഞാൻ ഈ തന്ന കോഡ് ഒരു വട്ടം കൂടെ പ്ലേസ് ചെയ്ത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ല കേട്ടോ. ബാക്കി ടെസ്റ്റ് ഡോട്ട് ഓൺലിന്റെ തൊട്ടേ ഉള്ളൂ മാറ്റണേ. ടെസ്റ്റ് ഡോട്ട് ഓൺലി തൊട്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ചാറ്റിൽ തന്ന കോഡ് ഒന്ന് പ്ലേസ് ചെയ്തേ. ആദ്യം ശ്രുതിയുടെ നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യാട്ടോ. എല്ലാവരുടെയും മാറ്റാൻ നിക്കണ്ട. സെയിം പീസ് ഓഫ് കോഡാണ് ബാക്കി എല്ലാവർക്കും വർക്ക് ആവുന്നത്. എനിക്കിത് വേറെ എറേഴ്സോ കാര്യങ്ങളൊന്നും കാണാനും ഇല്ല അതില്. നമുക്ക് നോക്കി നോക്കാം. സേവ് ചെയ്തേ. എന്നിട്ട് നമ്മുടെ വിഷ്വൽ ടെസ്റ്റിംഗ് സ്പെക്ജേസിന്റെ അകത്തുനിന്ന് സ്നാപ്ഷോട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. ആ ഫോൾഡർ ഡിലീറ്റ് ചെയ്തേക്ക്.
ലാസ്റ്റ് ആ വിഷ്വൽ ടെസ്റ്റിംഗ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുമോ? NPX പ്ലേ ആ റേറ്റ് ടെസ്റ്റ് പറഞ്ഞിട്ട് വേറെ പ്ലേ റേറ്റ് ടെസ്റ്റ് ഉം, സ്ലാഷ് ടെസ്റ്റ് ഇല്ലല്ലോ. ഉം. ടെസ്റ്റ് വിഷ്വൽ എനിക്ക് ആക്ച്വലി ശ്രുതിയുടെ സ്ക്രീൻ നല്ലോണം ബ്ലറി ആണ്. ബ്ലർ മാറ്റാൻ എന്താ ചെയ്യാ എനിക്കറിയില്ല. നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോടാ? ഇല്ല, കുഴപ്പമില്ല. നെറ്റ് ഓക്കെ, കിട്ടുന്നൊക്കെ വലിയ ഉണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. മാക്സിമൈസ് ഇതുപോലെ കുഴപ്പമില്ല. എങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ലടാ. ആ ആ ഫസ്റ്റ് ടൈം ഫെയിലിയർ ആയി. ഓക്കെ, റീഫ്രഷ്. ആ ഒരു കാര്യം ചെയ്തേ ശ്രുതി, നമ്മളുടെ പ്ലേ റൈറ്റ് ആ കോൺട്രിബ്യൂട്ടേഴ്സിൽ പോയിട്ടേ നെക്സ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്തതിന് മുന്നേ ആ ആ റീട്രേസ് ഒന്ന് കമന്റ് ചെയ്തിടണേ. ആ ആ ആ റീട്രേസ് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കടാ. ഇനി ഒന്നും കൂടെ വിഷ്വൽ ടെസ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്യല്ലേ? ആ അതെ അതെ. എടാ വിഷ്വൽ ടെസ്റ്റിംഗ് സ്നാപ്ഷോട്ട്സ് ആ ഫോൾഡർ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഡിലീറ്റ് ചെയ്ത ഫയൽ കൺട്രോൾ C കൊടുത്ത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. സ്നാപ്ഷോട്ട് ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ ഫൈൻ. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്തേനെ. അത് ഡിലീറ്റ് ആക്കണോ? ഡിലീറ്റ് ആക്കണ്ട. ഇനി ആ ഫോൾഡറിലോട്ട് ഒബ്സ്ക്യൂറ ഡോട്ട് പി എൻ ജി എന്ന് പറഞ്ഞിട്ടാണ് സേവ് അയക്കുന്നത് നോക്കിയ ഫയലിന്റെ പേര്. ആ ആ അല്ല, അതിൽ ഒബ്സ്ക്യൂറ ഒബ്സ്ക്യൂറ. ഡോട്ട് പി എൻ ജി ഇതാക്കിയടാ. ആ ആ അത് ആക്ച്വലി ഒബ്സ്ക്യൂറ ഡോട്ട് പി എൻ ജി എന്നിട്ട് സേവ് ആവണം. എന്താ സേവ് ആവാത്തത് ആ എന്നാണ് ആ ഞാൻ നോക്കുന്നത്. എക്സിക്യൂട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇനി ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ആ പാത്ത് ഒന്ന് കാണിച്ചേ. സി യൂസേഴ്സ് രാഹുൽ പ്ലേ റൈറ്റ് ബേസിക്സ് ഇതിൽ തന്നെ, അതിലല്ല ഇപ്പുറത്ത് തന്നെ ഇതില്. റിപ്പോർട്ടില് ആ ആ റിപ്പോർട്ടില് റിപ്പോർട്ടില് റിപ്പോർട്ട്. എടാ റിപ്പോർട്ട് അവിടെ ക്രോമിൽ ഓപ്പൺ ആയി നിൽക്കുന്നില്ലേ? അതെന്നെ കാണിച്ചു തന്നാ മതി. ആ ആ ആ ഓക്കെ. സ്നാപ്ഷോട്ട് റേറ്റ് ബേസ്. സൈഡിലേക്ക് വന്നേ. ഒരു മിനിറ്റ്. കോപ്പി
കോപ്പി പ്രോംപ്റ്റ് കൊടുത്തടാ. ഏതെങ്കിലും LLM ൽ കൊണ്ടിട്ടെ. ഇതേ കോഡ് എനിക്ക് ഇപ്പോഴും വർക്കിംഗ് ആ, ഞാൻ അതാ നോക്കുന്നേ. എക്സാക്ട് സെയിം കോഡ് എനിക്ക് ഇപ്പോഴും വർക്കിംഗ് ആ. എക്സിക്യൂട്ട് ചെയ്തേ, ഏ ഒന്ന് കോപ്പി ചെയ്ത് അതല്ല, പേസ്റ്റ് ചെയ്തിടാ. ഈ ടെക്സ്റ്റ് റിപ്പോർട്ട് കോപ്പി ചെയ്തിട്ട് കോപ്പി പ്രോംപ്റ്റ് കൊടുത്ത് അങ്ങനെ തന്നെ മറ്റേ നമ്മുടെ LLM ഏതെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ചാറ്റ് GPT യോ ജെമിനിയോ ഏതായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ആ കൊണ്ട് ആ പ്ലേസ് ചെയ്തോ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ സെക്ഷൻ ഒരു ടാബ് ഓപ്പൺ ചെയ്താൽ മതി. ആ ഓക്കെ. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിക്കുക. ആ അടിച്ചിട്ടുണ്ട്. കമാൻഡ് ടു അപ്ഡേറ്റ്. താഴേക്ക് വരും നോക്കട്ടെ. ടു ഹാവ് സ്ക്രീൻഷോട്ട് എന്നാണ് ടു കാണിക്കുന്നത്. ഹാവ് സ്ക്രീൻഷോട്ട് കൊടുക്കുകയാണെങ്കിലും സെയിം റിസൾട്ട്. ഈ കോഡ് കൊടുത്തു നോക്കിയ ആ അത് ആക്ച്വലി ടൈപ്പ് സ്ക്രിപ്റ്റ് ഉള്ള കോഡാണ്. അത് കുഴപ്പമില്ല, എടുത്തു. കുഴപ്പമില്ല. അത് മൊത്തത്തിൽ കോഡ് എടുക്കുക. അവിടെ കോപ്പീൻ്റെ ഐക്കൺ ഉണ്ട്, അങ്ങ് പ്രസ് ചെയ്താൽ മതി. ആ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിടാം. എനിക്കിത് സെയിം ഇത് കോഡ് ഡിലീറ്റ് സ്റ്റിൽ ആക്കട്ടെ. വർക്കിംഗ് ആ. ഞാൻ അതുകൊണ്ടാണ് പിന്നെയും അതേ സെയിം ലിസ്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം കോഡ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അതല്ല, അത് TS ഫയൽ ആക്കണ്ട. TS ഫയൽ പേസ്റ്റ് ചെയ്തോ. ഇവിടെ നോക്കാം നമുക്ക് അത് TS ഫോർമാറ്റ് ആക്കണമെന്ന് നോക്കാം. നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എസ് ഓഫ് നൗ അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് അഗെയിൻ നമ്മളുടെ ഫോൾഡർ അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്ത് വിഷ്വൽ ടെസ്റ്റിംഗ് സ്പെക് ജെഎസ് സ്നാപ്ഷോട്ട്സ് ആ എൻ്റെ ഫോൾഡർ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കൺട്രോൾ C അടിച്ച് ഫസ്റ്റ് ടൈം ഫെയിൽ അല്ലേ? ഇല്ല, അത് ടെസ്റ്റ് ടൈം ഔട്ട് ആയി പോവുക ചെയ്തത്. ടെസ്റ്റ് ടൈം ഔട്ട്. അത് ഞാന് മറ്റേ സെറ്റ് ഡീഫോൾട്ട് ടൈം ഔട്ട് കൊടുക്കണം. ഡിഫോൾട്ട് ടൈം ഔട്ട് കൊടുത്ത്, പക്ഷെ എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാ
ശ്രുതിക്ക് മാത്രം അങ്ങനെ ടൈം ഔട്ടിന്റെ ഇഷ്യൂ വരുന്നത് എനിക്കറിയില്ല. കൊടുത്ത സെറ്റ് ഡിഫോൾട്ട് ടൈം ഔട്ട് കൊടുത്തേ ജസ്റ്റ്. ആ ഇത് സെറ്റ് ഡിഫോൾട്ട് ടൈം ഔട്ട് ഓഫ് 16 to 1000 അതവിടെ പേസ്റ്റ് ചെയ്തേക്ക്. അത് എന്തിനത് കൊടുക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് അല്ലാതെ തന്നെ വർക്ക് ആവണം. ആ അവിടെ ജസ്റ്റ് കൊടുത്ത് ടൈം ഔട്ട് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്തിടാം. ഒരു മിനിറ്റ്. എക്സിക്യൂട്ട് ചെയ്തിടാം. എക്സിക്യൂട്ട് ചെയ്തപ്പോ എറർ നോ ടെസ്റ്റ് ഫൗണ്ട് എന്ന് കാണിക്കുന്നു. സേവ് ചെയ്തിട്ടുണ്ടല്ലോ. testing.spec.js. ഇതാണ് ഇഷ്യൂ. മുകളിൽ എററാണ് ഇഷ്യൂ. ടെസ്റ്റ് ഡോട്ട് ഓൺലി വിഷ്വൽ async page await page dot go to. പക്ഷെ മുകളിലേക്ക് പോയിക്ക് എററിന്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ ട്രേസിൽ? ഡീഫോൾട്ട് ടൈം ഔട്ട് സെറ്റ് ഡിഫോൾട്ട് ടൈം ഔട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സെറ്റ് ഡിഫോൾട്ട് ടൈം ഔട്ട് എടുത്ത് റിമൂവ് ചെയ്തേക്ക്. അവിടെ നിന്നും താഴത്തെ ലൈൻ റിമൂവ് ചെയ്തേക്ക്. എക്സിക്യൂട്ട് ചെയ്തന്നെ ഒന്നുകൂടെ. ഓക്കെ, ഇവിടെ സ്നാപ്ഷോട്ടിന്റെ പേരെന്താന്ന് വന്നേ നോക്കിക്കേ. അതല്ല obscura.png. ഇതിൽ സ്നാപ്ഷോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്. സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് ഇപ്പൊ കാണാം. എക്സ്പാൻഡ് ചെയ്താലും മതി. ഒബ്സ്ക്യൂറ ക്രോമിയം വിൻഡോ. അതാണ് പ്രശ്നം. അതായത് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറയുന്നത് ഒബ്സ്ക്യൂറ ഡോട്ട് പി എൻ ജി ആയിട്ടാണ്. ഒബ്സ്ക്യൂറ ക്രോമിയം മിൻ 32 അവിടെ നിൽക്കട്ടെ, ചേഞ്ച് ചെയ്യണ്ട. ഈ ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്തേ. അത് ചേഞ്ച് ചെയ്യണ്ട അവിടെ നമുക്ക് നോക്കാം.
പാസ്സായി. മുകളിലേക്ക് പോയിക്കുക, എന്തൊക്കെ ചേഞ്ചസ് ചെയ്തത് നോക്കട്ടെ. പക്ഷെ എഗെയിൻ ഇവിടെ ഒബ്സ്ക്യൂറ ക്രോമിയം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അതെങ്ങനെയാ പാസ് ആവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിക്കോസ് ഇവിടെ നമ്മൾ മാച്ച് ചെയ്യാൻ പറയുന്ന സ്ക്രീൻഷോട്ടിന്റെ പേര് obscura.png എന്നാണ്. One second. ജസ്റ്റ് ഞാൻ ഈ കോഡിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യട്ടെടാ. 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ടു ഹാവ് സ്ക്രീൻഷോട്ട് കൊടുത്തു, ഫൈൻ. പക്ഷെ ടു ഹാവ് സ്ക്രീൻഷോട്ട് കൊടുത്താൽ വിഷ്വൽ ടെസ്റ്റിംഗ് ആവില്ല. ഇനി ടു ഹാവ് സ്ക്രീൻഷോട്ട് മാറ്റി ടു മാച്ച് സ്ക്രീൻഷോട്ടിന് കൊടുത്തേ. ടു മാച്ച് സ്നാപ്ഷോട്ട് തന്നെ കൊടുക്ക്. ടു മാച്ച് സ്നാപ്ഷോട്ട് അതന്നെ കൊടുത്തേ. ബിക്കോസ് വിഷ്വൽ ടെസ്റ്റിംഗിന് യൂസ് ചെയ്യേണ്ടത് ഇതാണ്, എന്താണ്, സ്നാപ്ഷോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ടു ഹാവ് സ്ക്രീൻഷോട്ട് പ്രോപ്പർ അല്ല. ഒന്ന് എക്സിക്യൂട്ട് ചെയ്യൂ, ഇനി സേവ് ചെയ്തിട്ട് റിസൾട്ട് എന്താന്ന് നോക്കാൻ. ഓക്കെ, ഇവിടെ മാത്സ് ഡിഫ് പിക്സൽ റേഷ്യോക്ക് പകരം ത്രെഷോൾഡ് കോളൻ 0.2 എന്ന് കൊടുത്തേ. ഇത് ഞാൻ ചാറ്റിൽ തരാം. മാത്സ് ഡിഫ് പിക്സൽ റേഷ്യോ ടു ഹാവ് സ്ക്രീൻഷോട്ടിന്റെ ആണ്. ഇത് മാത്സ് സ്നാപ്ഷോട്ടിൽ വർക്ക് ചെയ്യില്ല. ത്രെഷോൾഡ് കോളൻ 0.2. എടാ 0.2 അല്ലേ, 0.5 എന്നാക്കിക്കേ. ഇങ്ങനെയല്ലേ? ഒന്ന് മാക്സിമൈസ് ചെയ്തിട്ട് സ്ക്രീൻ കേട്ടോ, അപ്പോഴാണ് എനിക്ക് പിന്നെ വിസിബിൾ ആയി കാണുന്നത്. ലോഡിംഗ് ആണ്. ത്രെഷോൾഡ് കോളൻ 0.2 എന്ന് കൊടുത്ത് എന്നിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കാണിച്ച് 0.05 ആണോ കൊടുത്ത്? 0.5 കൊടുക്കടാ. 0.05 അല്ല, 0.5. 0.5 സേവ് ചെയ്ത് തന്നെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. നോക്കട്ടെ, എന്താ ഫെയിലിയർ റീസൺ നോക്കട്ടെ. വിഷ്വൽ സ്റ്റുഡിയോ എടുക്കാന് ഒരു കാര്യം ചെയ്തേ, പേജ് ഡോട്ട് ഗോറ്റിന് തൊട്ട് മുൻപേ പേജ് ഡോട്ട് വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് കൊടുത്തേ നെറ്റ്വർക്ക് കാർഡില്. വെയിറ്റ് ഫോർ നെറ്റ്വർക്ക് കാർഡ്.
കൊടുത്തേ വെയിറ്റ് ഫോർ നെറ്റ്വർക്ക് ഐഡില് ഒന്ന് പറഞ്ഞേ. വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് നെറ്റ്വർക്ക് ഐ ഡി. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്ത് സേവ് ചെയ്തിട്ട് വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് എന്താ എൽ ക്യാപ്സ് ആണോ? വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റിന്റെ എൽ ക്യാപ്സ് അല്ലേ? ആ നേരെ കൊടുത്തേ. ആ ആ Pilot slice is not a function. എവിടെ pilot slice? എടാ അതിന്റെ ട്രേസ് ഒന്ന് കാണിക്കോ റിപ്പോർട്ടിലേക്ക് വന്നേ. വ്യൂ ട്രേസ്. എക്സ്പെക്ട് ഓഫ് ഓക്കെ. അപ്പൊ സ്നാപ്ഷോട്ട് എടുത്തിട്ടുണ്ട്. Pilot slice is not a function. ഇവിടെ സ്ലൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂസ് ചെയ്തിരിക്കുന്നത് കോഡിലേക്ക് വന്ന് കോഡിലേക്ക് വാ. ഇത് ഇവിടെ ഒരു കാര്യം ചെയ്ത് അതിൽ obscura ഡോട്ട് png എന്ന് കൊടുത്തിട്ടില്ലേ? ആ obscura ഡോട്ട് pngന്റെ തൊട്ട് മുൻപായിട്ട് വന്നിട്ട് നെയ്യും കോളൻ എന്ന് കൊടുത്തേ. അങ്ങനല്ലേ? നിക്ക് നെയിം എന്നുള്ളത് പുറത്തിടണം. നെയിം കോളൻ എന്നുള്ളത് ഡബിൾ കോഡ് സിംഗിൾ കോഡ്സ് വേണ്ട. obscura ഡോട്ട് png മതിയാ സെക്കൻഡ് ഓപ്ഷൻ. സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നിരഞ്ജന, എനിക്ക് നിരഞ്ജന പേസ്റ്റ് ചെയ്ത കോഡ് എനിക്ക് വർക്ക് ആവുന്നുണ്ടല്ലോ. എനിക്ക് വർക്ക് ആവുന്നുണ്ട്.
അതാണ് നോക്കുന്നത്. ലൈക്ക് ഓരോരുത്തരും സിസ്റ്റത്തിൽ എന്താ ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്തെന്ന് ഞാൻ നോക്കുന്നത്. ഒരു വട്ടം കൂടെ ഞാൻ തന്ന കോഡ് തന്നെ പ്ലേസ് ചെയ്തേ ശ്രുതി. ആ കോഡ് എല്ലാം മാറ്റിയിട്ട് ഞാൻ തന്ന കോഡ് തന്നെ പ്ലേസ് ചെയ്തേ. നീമയ്ക്ക് എന്താ അവസ്ഥ? നീമയ്ക്ക് അത് എക്സിക്യൂട്ട് ആവുന്നുണ്ടോ ഞാൻ തന്ന കോഡ്? എന്റെ എക്സിക്യൂട്ട് അന്നേരം ഇല്ലായിരുന്നു. ഞാൻ ഇപ്പൊ ചെയ്ത് നോക്കിയില്ല. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ. ആക്ച്വലി ഞാൻ ഈ കോഡ് തന്നെയായിരുന്നു എൻ്റെ അകത്ത് കിടന്നിരുന്നത് കേട്ടോ. ആണാണ്. ഞാൻ വേറല്ല, ഇതേ സെയിം കോഡാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. എന്റെ വേറെ ബാച്ചിലെ പിള്ളേർക്ക് ഇതേ സെയിം കോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നൊരു ബാച്ചിൽ എടുത്തിട്ടുള്ളൂ വിഷ്വൽ ടെസ്റ്റിംഗ്. അവർക്ക് ഒരു കുഴപ്പമില്ല എക്സിക്യൂട്ട് ആയത്. ഇത് ഡിലീറ്റ് ആക്കട്ടെ. വേണ്ട, ഡിലീറ്റ് ആക്കണം, അവിടെ നിന്നോട്ടെ. ജസ്റ്റ് എക്സിക്യൂട്ട് ആ ആ നോക്കാം. ഞാൻ എക്സ്ട്രാ ആയിട്ട് മറ്റേ വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് നെറ്റ്വർക്ക് ഐഡിൽ അത് മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഈ ഗോ ടു കഴിഞ്ഞിട്ട്. അല്ലാണ്ട് വേറെ ഒന്നും ചേഞ്ചസ് ഇല്ല എനിക്ക്. ഒന്ന് സുചിത്രന്റെ കയ്യിലുള്ള ചേഞ്ച് ഒന്ന് ചാറ്റിലിടുവോ? ചെറിയ നെറ്റ്വർക്ക് ഇതാണ് ലാഗ് എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലും സുചിത്ര ചെയ്തപ്പോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ റിസോൾവ് ആയി പോകും. ഇതാണ് എൻ്റെ ഈ കിടക്കുന്ന കോഡ്. ആവശ്യമുണ്ടോ? ഓക്കെ, 0.2 ആണ് പറയുന്നത്. ഒരു കാര്യം ചെയ്തടാ, അത് 0.02 എന്നാക്കിക്കേ. ആ പിക്സൽ വാല്യൂന്റെ ഇതിന്റെ ത്രെഷോൾഡ് കോളൻ 0.02 എന്നാക്കിക്കേ. അത് എക്സിക്യൂട്ട് ചെയ്തേനെ. ക്ലോസ് ചെയ്തേ. ഇപ്പോൾ എല്ലാ ക്ലോസ് ചെയ്തേ, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തേ. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ, എന്നിട്ട് നോക്കട്ടെ. ആ ആ പാസ്സായി. പാസ് ചെയ്യാമല്ലോ. സെപ്പറേറ്റ് ഒരു ചേഞ്ചും ചെയ്തിട്ടില്ലല്ലോ. ആസ് ഇറ്റ് ഈസ് അല്ലേ കോഡ് എടുക്കുന്നേ. മുമ്പ് അതേ കോഡല്ലേ പ്ലേസ് ചെയ്ത്, ഒരു മാറ്റം ഇല്ലല്ലോടാ. ഓക്കെ, നീമയ്ക്ക് എങ്ങനെയാ പാസ് ആവുന്നുണ്ടോടാ? എന്റെ പാസ് ആവുന്നില്ല. ഒന്ന് ഷെയർ ചെയ്തടാ. ഇപ്പൊ ഇവിടെ ശ്രുതി എക്സിക്യൂട്ട് ചെയ്തപ്പോ കണ്ടായിരുന്നോ കുറച്ചധികം പിക്സൽ വാല്യൂസിന് ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് എറർ വന്നത്? ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ശ്രുതി സ്റ്റോപ്പ് ചെയ്ത് നീമ ഷെയർ ചെയ്തേ. അല്ല, പാസ്സായെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഞാനിപ്പോ സുചിത്ര ചാറ്റിലിട്ട സെയിം കോഡ് ഞാൻ കോപ്പി ചെയ്ത് അത് ചെയ്ത് നോക്കുമായിരുന്നു. ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ പാസ്സായെന്ന്. ഇത് പാസ്സായതാണോ? വൺ പാസ് ആദ്യത്തെ ഫെയിലായി. ഓക്കെ. അപ്പൊ രണ്ട് സ്ക്രീൻഷോട്ട് നമ്മൾ 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്ക്രീൻഷോട്ട് എടുക്കത്തില്ലേ? അപ്പൊ 2 എണ്ണം വരത്തില്ല ഇവിടെ? ഇല്ല, ഒരു തവണയെ വരാൻ പാടുള്ളൂ. അതായത് ആദ്യത്തെ
സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യൻ കമ്പയർ. റെഫറൻസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ആയ ഒരു സ്ക്രീൻഷോട്ട് ആണ്. ഉം. ആ ഒരു റെഫറൻസിന്റെ സ്ക്രീൻഷോട്ട് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യില്ല, എഗെയിൻ പിന്നെ കമ്പാരിസൺ ആണ് നടക്കുന്നത് അല്ലേ? പിന്നെ അങ്ങോട്ട് കമ്പാരിസൺ മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് ഇതില് ഒബ്സ്ക്യൂറ ക്രോമിയം വിൻ 32 കമ്പാരിസൺ നടക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യത്തില്ല എന്ന്. ഇല്ല, സേവ് ചെയ്യുന്നില്ല. അതായത് സ്ക്രീൻഷോട്ട് എടുക്കുന്നു, കമ്പയർ ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഫയൽ നെയിം പ്രശ്നമില്ലേ? ഈ നമ്മൾ ഫയൽ കൊടുത്തേക്കുന്ന നെയിം ഫയൽ നെയിം ആക്ച്വലി നമുക്ക് ഒബ്സ്ക്യൂറ.png. obscura.png എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരാറുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേന്നുള്ളത് ഞാനിപ്പോ വേറൊരു ബാച്ചിന് ചെയ്തപ്പോ അവർക്ക് obscura.png എന്നിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അങ്ങനെ ഫയൽ നെയിം വന്നേ എന്ന് ആണ് ഞാനും നോക്കുന്നത്. ക്രോമിയം വിൻ 32 എന്ന് വരാൻ എന്താ റീസൺ എന്നാണ് ഞാനും നോക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞു തരാമേ. ഓക്കെ. എല്ലാവർക്കും പാസ്സായില്ലേ? സുചിത്ര, നീമ, ശ്രുതി 3 പേർക്ക് പാസ്സായില്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഓൾറെഡി നമ്മൾ ഒരിക്കൽ നോക്കിയത് തന്നെയായിരുന്നു. എറേഴ്സ് ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് തവണ അടുപ്പിച്ചിട്ട് ചെയ്തപ്പോ എന്ത് ചെയ്തു, നമ്മൾക്ക് ആ വിഷ്വൽ ടെസ്റ്റിംഗ് എക്സിക്യൂട്ട് ആയിട്ട് കണ്ടു എന്ന് മാത്രം അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാല് മെയിൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മൺഡേയിലേക്ക് ചെയ്യാനായിട്ട് ഒരു വർക്ക് ഉണ്ട്. ഓക്കെ, സോ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് ഞാൻ നിങ്ങൾക്ക് ഒരു URL തരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു URL യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലൈവ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, ഇത് ലൈവ് പ്രൊജക്റ്റ് ആണോ? ഐ മീൻ ഇതാണോ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോണേ? അതെ അതെ, ഈ ഒരു URL യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ പ്രൊജക്റ്റില് നമുക്ക് പേജ് ഒബ്ജക്റ്റ് മോഡൽ വേണം, പേജ് ഫാക്ടറി വേണം, ദെൻ ഏത് വേണം, അങ്ങനെ പിന്നെ ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് നിങ്ങൾക്ക് പ്ലേറൈറ്റിന് വേണ്ട എല്ലാ ഇംപ്ലിമെന്റേഷൻസും ചെയ്യണം. ഓക്കെ, പ്ലേറൈറ്റിലേക്ക് വേണ്ട എന്തൊക്കെ ഇൻസ്റ്റാളേഷൻസ് ഉണ്ടായിരുന്നോ അതെല്ലാം ചെയ്യാം. എന്താ ശ്രുതി ചോദിച്ചോട്ടാ? ഫ്രഷ് ആയിട്ടുള്ള ഫോൾഡർ എന്ന് പറയുമ്പോ ഇപ്പൊ പ്ലേറൈറ്റ് ബേസിക്സ് കൊടുത്ത മാതിരി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തതുപോലെ പ്ലേറൈറ്റ് ലൈവ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മള് പ്ലേറൈറ്റിന്റെ ഇൻസ്റ്റലേഷൻസും പിന്നെ നമ്മൾ കുറെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തില്ലായിരുന്നോ പിന്നെ അങ്ങോട്ട്? അതെ, പക്ഷെ അതിന്റെ കമാൻഡ്സ് ഒന്നും നമുക്കറിയില്ല. കമാൻഡ്സ് തരാമെന്ന് പറഞ്ഞിരുന്നു. കമാൻഡ്സ് ഞാൻ തരാം. പ്ലേറൈറ്റിന്റെ അല്ലടാ വേണ്ടേ? പ്ലേറൈറ്റ് ഇൻസ്റ്റലേഷൻസിന്റെ അല്ലേ വേണ്ടത്? അതല്ലേ നമ്മൾ ചെയ്യാൻ പോണേ? അതെ, പ്ലേറൈറ്റ് ഇൻസ്റ്റലേഷന്റെ കമാൻഡ്സ് തരാമേ. ഞാനിപ്പോ തന്നെ ചാറ്റിൽ തരാം. നമ്മൾ കുക്കുംബറിലല്ലേ ഇത് ചെയ്യുന്നത്, ഈ പ്രൊജക്ട് ചെയ്യാൻ പോണേ? കുക്കുംബറിൽ പ്ലേറൈറ്റ് നോർമൽ പ്ലേറൈറ്റിൽ ചെയ്താൽ മതി. ഓക്കെ,
അതിൽ ആദ്യത്തെ ഓരോന്നായിട്ട് ഞാൻ തരാമേ. ഞാൻ ഓരോന്നായിട്ട് ഇവിടെ ഈ ചാറ്റിൽ ഇടുന്നുണ്ട്. ഇവിടുന്ന് എടുക്കണേ. npm init space -y ആദ്യത്തത്. npm init playwright @latest npm install. നമ്മൾ ഓൾറെഡി ഒരു പ്ലേറൈറ്റ് ബേസിക്സ് ചെയ്യാനായിട്ട് ഇൻസ്റ്റലേഷൻസ് എല്ലാം ചെയ്തതല്ല. അപ്പൊ ഇനി അടുത്ത പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇൻസ്റ്റലേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരുമോ? ഈ ഒരു പ്രൊജക്റ്റിന് ആ ഒരു ഫോൾഡറിന് മാത്രമേ റിഫ്ലക്ട് ചെയ്യുള്ളൂ. ഓ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഓരോ തവണയും എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. ഇത്രയും കമാൻഡ്സ് കൊടുത്തിട്ട് ഒരു വർക്ക് സ്പേസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഞാൻ തന്ന URL ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരുമോ? ഞാൻ പറയാം. ആദ്യം ഏതൊക്കെ ടെസ്റ്റ് കേസ് ആണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. Okay, I'll share. URL അല്ലേ? URL ഓപ്പൺ ചെയ്ത് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യാം. സൈൻ അപ്പ്. ഓക്കെ. ഇതിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. സൈൻ അപ്പ് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് എൻ്റർ ചെയ്യാവോ അതോ? യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, സൈൻ അപ്പ്. സൈൻ അപ്പ് കൊടുക്കുക. സൈൻ അപ്പ് സക്സസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് കേസ്. ഓക്കെ. ഓക്കെ, ക്യാൻസൽ ചെയ്തോളൂ. സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക. ഇത്തവണ ക്ലോസ് കൊടുക്കുക. സെക്കൻഡ് ടെസ്റ്റ് കേസ് അതാണ് സൈൻ അപ്പ് ക്ലോസ് ആണ് സെക്കൻഡ് ടെസ്റ്റ് കേസ് അല്ലേ? സെക്കൻഡ് വൺ സൈൻ അപ്പ് ആൻഡ് എന്താ പറയാ, സൈൻ അപ്പ് ആൻഡ് ഓക്കെ ആണ് ഫസ്റ്റ് ടെസ്റ്റ് കേസ്. ഓക്കെ ഓക്കെ. എന്നിട്ട് നിങ്ങളിപ്പോ സൈൻ അപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് ഇല്ലേ, അതേ സെയിം യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചേ. ലോഗിൻ. ഇതാണ് നമ്മുടെ ഈ ഡയലോഗ് ബോക്സ് ചുമ്മാ വന്നതല്ലേ? അത് കുഴപ്പമില്ല, അത് മാറ്റർ ചെയ്യില്ല. ഓക്കെ. ഇത് നമ്മുടെ തേർഡ് ടെസ്റ്റ് കേസ്. ഓക്കെ. ഓക്കെ, ഇനി അഗൈൻ ലോഗ് ഔട്ട് കൊടുത്തടാ. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ലോഗ് ഔട്ട് ആണ്. അല്ല, ലോഗിൻ ചെയ്യാൻ ലോഗ് ഔട്ട് ചെയ്യാം. അതാണ് അടുത്ത ടെസ്റ്റ് കേസ്, മൂന്നാമത്തെ. ഓക്കെ. ടോട്ടലി 4 ടെസ്റ്റ് കേസ് ഉണ്ട് നമുക്ക് മണ്ടേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി അഗൈൻ ലോഗിൻ ക്ലിക്ക് ചെയ്തേ. ഇത്തവണ ഇതിൽ വരേണ്ടത് ഇൻവാലിഡ് ആയിട്ടുള്ള യൂസർ നെയിം, വാലിഡ് ആയിട്ടുള്ള പാസ്വേഡ്. ഇൻവാലിഡ് യൂസർ നെയിം, വാലിഡ് പാസ്വേഡ്. നെക്സ്റ്റ് ടൈം നേരെ തിരിച്ച് വാലിഡ് യൂസർ നെയിം, ഇൻവാലിഡ് പാസ്വേഡ്. ഓക്കെ, സെക്കൻഡ് വൺ. ഓക്കെ, ഡേറ്റാസ് കൊടുക്കണം. ഇൻവാലിഡ് ലോഗിൻ. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ പാരാമീറ്ററൈസ്ഡ് ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലോഗിൻ ഒരു spec.js ഫയൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സൈൻ അപ്പിന് സെപ്പറേറ്റ് spec.js ഫയൽ. സൈൻ അപ്പിന്റെ സൈൻ അപ്പ് ക്ലോസും സൈൻ അപ്പ് സക്സസ്ഫുള്ളും ആയിട്ടുള്ള 2 ടെസ്റ്റ് കേസസ്.
ലോഗിനില് വാലിഡ് ലോഗിനും ഇൻവാലിഡ് ലോഗിനും രണ്ട് സെപ്പറേറ്റ് ടെസ്റ്റ് കേസസ്. വാലിഡ് ലോഗിൻ്റെ നോർമൽ ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങും ഇൻവാലിഡ് ലോഗിനില് പാരാമീറ്ററൈസ്ഡ് ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങും ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പേജ് ഒബ്ജക്ട് മോഡലിൽ ചെയ്തു തുടങ്ങാം, അല്ലെങ്കിൽ പേജ് ഒബ്ജക്ട് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ക്ലാസ്സസ് വെച്ചിട്ട് അതെ, പേജസ് വെച്ചിട്ട് ക്ലാസ് ആൻഡ് പേജസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം നോർമൽ സ്ക്രിപ്റ്റ് അത് നിങ്ങളുടെ കംഫർട്ട് സോൺ ആണ്. ചിലർക്ക് കംഫർട്ടബിൾ ആയിരിക്കും ആദ്യം നോർമൽ സ്ക്രിപ്റ്റ് എഴുതി പിന്നെ പിന്നെ പേജ് ഒബ്ജക്ട് മോഡലിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും ചിലർക്ക് കംഫർട്ടബിൾ. ചിലർക്ക് വെച്ചാൽ ആദ്യമേ എഴുതുന്നതായിരിക്കും. ഓക്കെ, പേജ് ഒബ്ജക്ട് മോഡലിൽ ചെയ്യണം നിർബന്ധമില്ലല്ലോ, മറ്റേതായിട്ടും ചെയ്താൽ പോരെ? അല്ല, പേജ് ഒബ്ജക്ട് മോഡൽ അല്ല, അത് ചെയ്യണം. ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേജ് ചെയ്യണം. ഒബ്ജക്ട് മോഡൽ, പേജ് ഫാക്ടറി ആൻഡ് ഡ്രിവൺ. ഓക്കെ, ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ്, മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മൺഡേയിലേക്ക് ഉള്ള ടാസ്ക് ആണ് കേട്ടോ അത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ റോങ് പാസ്വേഡ് കൊടുത്തപ്പോ ഇതിനകത്തൊന്നും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ മെസ്സേജ്? നമ്മൾക്ക് ജസ്റ്റ് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടോ എന്ന് മാത്രം വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, പോപ്പപ്പ് വന്നിട്ടുണ്ടോ നമുക്ക് വെരിഫൈ ചെയ്യാമല്ലോ. ഓക്കെ, ഞാൻ ടെസ്റ്റ് കേസ് ഞാൻ ചാറ്റിൽ ഇടും. അപ്പൊ എന്റെ ടെസ്റ്റ് കേസ് ചാറ്റിലിടും, എന്നിട്ട് ഇന്നേക്ക് മൺഡേക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് കേസ് ഏതാണുള്ളതും ഞാൻ ചാറ്റിലിടും കേട്ടോ. ഓക്കെ. ഈ 4 മൺഡേയിലേക്ക് എഴുതാനുള്ളൂ? ഈ 4 മൺഡേയിലേക്ക്. ഇത് 4 നിങ്ങൾക്ക് ഉണ്ടാവും ചെയ്യാൻ. ഇതിന്റെ പേജ് ഒബ്ജക്ട് മോഡൽ എല്ലാം കൂടി ആവുമ്പോ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട്. നാലാമത്തെ ഇൻവാലിഡ് ലോഗിൻ. ലോഗിൻ ഇൻവാലിഡ്. പറഞ്ഞോടാ. വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡും ആണോ? ആദ്യം വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ്, അടുത്തത് ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ്, പിന്നെ ബോത്ത് ഇൻവാലിഡ്. 3 പിന്നെ ലോഗിൻ ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്യണം. അത് വാലിഡ് ലോഗിന്റെ ടെസ്റ്റ് കേസിൽ. കുറച്ചുണ്ട് ചെയ്യാനായിട്ട്, കാരണം ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചുണ്ടാവും ചെയ്യാൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര തോന്നൂല കേട്ടോ. അപ്പൊ ഇത് പ്രോജക്റ്റ് ആണോ? ഇത് മൺഡേ അപ്പൊ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് ആണോ? സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് ഇതിന്റെ ഇടയിൽ നമുക്ക് 1-2 ടോപ്പിക്സ് കൂടെ പറഞ്ഞു പോകാനുണ്ട്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുക. അതായത് നമ്മളിപ്പോ ഈ നോർമലി നമ്മളിപ്പോ യൂസ് ചെയ്തൊക്കെ ഓൾറെഡി ഉള്ള ഫിക്ചേഴ്സ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള ഫിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പേജ് എന്നൊക്കെ പോലെ അല്ലേ? പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എങ്ങനെ നമുക്ക് നമ്മുടെ എക്സിക്യൂഷനെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം എടുക്കാനുണ്ട്. നമ്മുടെ എക്സിക്യൂഷനെ കസ്റ്റമൈസ് ചെയ്യാനുള്ളത് എങ്ങനെ എന്നുള്ളത് നോക്കണം. പിന്നെ അഡീഷണലി നമുക്ക് ടാഗിങ് കൂടെ ഇതിൽ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതൊക്കെ ഞാൻ ഇതിന്റെ ടെസ്റ്റ് കേസിന്റെ ഒപ്പം ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. അല്ല, അപ്പൊ വേറെ ഇങ്ങനെ എക്സാം ആയിട്ട് വേറെ ഒന്നുമില്ല, ഇതാണ് ലൈവ് പ്രൊജക്ട്? അതെ, ഇതാണ് ലൈവ് പ്രൊജക്ട്. യെസ്, ഓക്കെ, ഇതാണ് ലൈവ് പ്രൊജക്ട്. ഇതിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെമോ ഉണ്ടാവും. ഈ പ്രോജക്റ്റിന്റെ ബേസിസിലാണോ? ഈ പ്രോജക്റ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് ഡെമോ ഉണ്ടാവും. ആ ഡെമോ അത് വേറെയാണോ? കൂടെയാണ് വൈവയും കൂടെയും വരുന്നത്. അതിന്റെ കൂടെയാണ് നിങ്ങൾക്ക് വൈവയും കൂടെ വരിക. അല്ല, ആ ഡെമോയിൽ വേറെയാണോ നമ്മൾ ചെയ്ത് കാണിക്കേണ്ടത്? ഇതല്ല, നിങ്ങളിപ്പോ ഈ ചെയ്യുന്ന പ്രൊജക്ട് ഇല്ലേ, ആ, ഈ പ്രൊജക്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ, ഓക്കെ. അതായത് നിങ്ങൾ ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഇന്റേണൽ ഡെമോ എന്റെ ഒപ്പം ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ആ ഇന്റേണൽ ഡെമോയിൽ എനിക്കായിരിക്കും നിങ്ങൾ പ്രസന്റ് ചെയ്യുക.
അത് ഓക്കെ ആണെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ ഡെമോക്ക് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ വേറെ ഏതെങ്കിലും ട്രെയിനേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഡെമോ എടുക്കുന്നത്. ഓക്കെ. ഓക്കെ, ഈ CI/CD പൈപ്പ് ലൈൻ അത് നമ്മൾ കഴിഞ്ഞായിരുന്നോ? നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എടുക്കും. ഓക്കെ ഓക്കെ. നമുക്ക് വരുന്നത് അതിന് നമ്മളുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആയ ശേഷം ഇതാണ് നമ്മൾ CI/CDയിലേക്ക് കൊടുക്കണത് അല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ടെസ്റ്റ് കേസസ് ഒരുമിച്ച് തരുന്നത്. ഇത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ജെൻകിൻസ് CI/CD പൈപ്പ് ലൈൻ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. മനസ്സിലായോ? ജെൻകിൻസ് എന്ന് പറഞ്ഞ CI/CD ടൂൾ അല്ലേ? CI/CD ടൂളാണ്. യെസ്. ഓക്കെ. ജെർക്കിൻസ് ലാംഗ്വേജ് അല്ലേ? രണ്ടെണ്ണം സെയിം. ജെർക്കിൻസ് BDD. ഞാൻ വാട്ട് ഈസ് ജെൻകിൻസ് ചോദിച്ചപ്പോ ഗെർക്കിൻസ് പറയും, വാട്ട് ഈസ് ഗെർക്കിൻസ് ചോദിച്ചപ്പോ ജെൻകിൻസ് പറയും. ഗെർക്കിൻസ്. പറയലുണ്ട് അങ്ങനെ. രണ്ട് ഡിഫറൻസ് സാധനമാണേ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ സെഷനും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടേക്കാം. അപ്പൊ ഇപ്പൊ സെഷൻ അറ്റൻഡ് ചെയ്യാത്തവർക്കും എന്തൊക്കെയാ അതിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയയും കിട്ടും. ഓക്കെ ഓക്കെ. Okay. So thank you guys. Thank you. Thank you. ബൈ.